നമസ്കാരം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വീറ്റ് പിസ്സ റെസിപ്പിയാണ്. മുമ്പ് ഞാൻ പലതരത്തിലുള്ള പിസ്സ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത് ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് വേണ്ടത്. ഇതിപ്പോൾ 1 കപ്പ് വെള്ളമാണുള്ളത്. കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടിലുള്ള വെള്ളം. വെള്ളത്തിലേക്ക് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ജാഗറി പൗഡറാണ്. നിങ്ങൾക്ക് ഏത് തരം ഷുഗർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റാണ്. ഇതിപ്പോൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കുന്നവരാണെങ്കിൽ 2 ടീസ്പൂൺ എടുത്താൽ മതി. ഇതിപ്പോൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ട് 2.5 ടീസ്പൂൺ ഈസ്റ്റ് നമ്മളിതിലേക്ക് ചേർക്കണം, ഈ ചൂടുവെള്ളത്തിലേക്ക്. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നല്ല ചൂടാണെങ്കിൽ ഈ ഈസ്റ്റ് ശരിക്കും പൊന്തി വരില്ല. അപ്പോൾ കറക്റ്റ് ചൂടായിരിക്കണം വെള്ളത്തിന്. അതായത് നമ്മുടെ കൈ തൊടാൻ പറ്റുന്ന ഒരു ചൂട് മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഈസ്റ്റ് ഒന്ന് നന്നായി പതഞ്ഞ് പൊന്തി വരണം. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 3 കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് വേണം. 3 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ഗോതമ്പ് പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 10 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ 10-15 മിനിറ്റ് വെച്ചിട്ടും പൊന്തി വന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ ഈസ്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പോൾ വേറെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പൊന്തി വന്നതിന് ശേഷം ഇനി ഇത് നമുക്ക് നമ്മുടെ ഡ്രൈ മിക്സിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കെ നമ്മുടെ ഈ ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ. ഞാനിതിപ്പോൾ ഫുള്ള് ചേർക്കുകയാണ്. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഒലിവ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഏതാണെങ്കിലും ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ. ഇനി ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് സ്മൂത്താക്കി എടുക്കാം. പലതരം ബ്രെഡൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശദമായിട്ട് കുഴക്കേണ്ട കാര്യം പറയാത്തത്. അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് കുഴക്കേണ്ടതെന്നുള്ളത് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഈ ഡോ പൊങ്ങാനായിട്ട് വെക്കണം. നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇത് പൊങ്ങാനായിട്ട് ഈ പാത്രത്തിൽ തന്നെ ഒരു ടവൽ കൊണ്ട് അടച്ച് വെച്ചാലും മതി. ഒരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ എടുക്കും. നമ്മുടെ സ്ഥലത്തിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ നല്ല തണുവുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ 3 മണിക്കൂർ വരെ എടുക്കാം. ഇനി ഇത് പൊന്തി വന്നതിന് ശേഷം നമുക്ക് പിസ്സ റെഡിയാക്കി എടുക്കാം. ഡോ പൊങ്ങാൻ വെച്ചിട്ടിപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾക്ക് കണ്ടറിയുന്നുണ്ടാവും നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ പൊന്തി വരും. നല്ല ചൂടുള്ള സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇതിപ്പോൾ 2 പിസ്സയ്ക്കുള്ള ഡോ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പകുതി മാറ്റി വെച്ചിട്ട് 1 പിസ്സ മാത്രമാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 പിസ്സയുടെ ഡോ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 3-4 ദിവസം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 3-4 ദിവസം ഇരുന്നോളും. പിന്നീട് ഉണ്ടാക്കിയെടുത്താലും മതി. പകുതി എടുത്ത് മാറ്റാം. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് വേറെ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ആദ്യം വേണ്ടത് ഇതുപോലെ ചീസാണ്. ഇത് മോസ്സറല്ല ചീസാണ്. ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇതിപ്പോൾ 1 കപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യാം. അടുത്തത് വേണ്ടത് വെജിറ്റബിൾസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ
ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ക്യാപ്സിക്കം ഒരെണ്ണത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് കുറവ് ആഡ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് കൂടുതലായ പിസ്സ അത്ര ടേസ്റ്റി ആവില്ല. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ ആണ്. ഇത് കുരു കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ ഏത് വെജിറ്റബിൾസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ പനീർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ 50 ഗ്രാമാണ് എടുത്തത്. ഇത് വെറുതെ ഉപ്പും മുളകും ഇട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അടുത്തത് വേണ്ടത് പിസ്സ സോസാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ മുമ്പ് മോമോസിൻ്റെ റെസിപ്പി ചെയ്തപ്പോൾ സോസ് എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചിരുന്നു. അത് യൂസ് ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കെച്ചപ്പ് വീട്ടിലുണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിലേതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ സോസിനായിട്ട്. ഇനി ഒരു ട്രേ, നിങ്ങൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് അത് എടുക്കാം. ഇപ്പോൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ ഒരു പ്ലേറ്റ് ആയാലും മതി. അതെങ്ങനെ ചെയ്യാമെന്ന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലെ സാധാരണ ഓവൻ്റെ തന്നെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ ആദ്യം ബട്ടർ ഒന്ന് തടവി കൊടുത്തു. അതിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ ഗോതമ്പ് പൊടി ഒന്നിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഡോ ഇതിലേക്ക് പരത്തി വെക്കണം. ഡോ വെച്ചിട്ട് നമുക്കിത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിൽ പരത്താം. ഞാനിങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോളർ വെച്ച് പരത്തി ഇതിലേക്ക് വെച്ചാലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ പിസ്സ സോസാണ്. സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനിടാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ട് നമുക്ക് ഓവനിലേക്ക് വെക്കാൻ പറ്റും. സ്റ്റൗ ടോപ്പിൽ ചെയ്യണവരാണെങ്കിൽ സ്റ്റൗ ടോപ്പിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അടുത്തത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് ചീസാണ്. മോസറല്ല ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും പനീറും ചേർത്ത് കൊടുക്കണം. അപ്പോൾ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ വെജിറ്റബിൾസിൽ കുറച്ച് ഉപ്പ് ഒന്ന് മിക്സ് ചെയ്തിരുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ചീസ് ആഡ് ചെയ്യണം. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒലീവ്സ് ഉണ്ടെങ്കിൽ ഒലീവ്സ് കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. നമ്മുടെ പനീർ കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കണം. 200 ഡിഗ്രി സെൽഷ്യസിൽ ഓൾറെഡി നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഓവനിലേക്ക് ഒരു 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഇത് റെഡി ആയി വന്നോളും. ഓവനിലേക്ക് മാറ്റാം. പിസ്സ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ മെൽട്ടായിട്ട് വന്ന് ഓവൻ ഓഫായിട്ടുണ്ട്. നമുക്കത് പതുക്കെ ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കും. എപ്പോഴും കട്ടി കുറഞ്ഞ ക്രസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.